وأشهد أن لا إله إلا الله ولي الصالحين وأشهد أن سيدنا محمدا عبد الله ورسوله وحبيبه وصفيه وصفته من خلقه أجمعين صلوات ربي وسلامه عليه وعلى آله وصحابته والتابعين ومن تبعهم بإحسان إلى يوم الدين أما بعد عباد الله أوصيكم بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب. വിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ് മസ്തതാഅതും. സഹോദരന്മാരെ, മഹാനായ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് സഹാബി വര്യനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്കിങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹ് വൽ വാഖിഇ ഫീഹാ കമസലി ഖൗമിൻ ഇസ്തഹമു അലാ സഫീന ഫഅസാബ ബഅ്ദുഹും അലാഹാ വബഅ്ദുഹും അസ്ഫലഹാ ഫകാന അല്ലദീന ഫീ അസ്ഫലിഹാ ഇദാ ഇസ്തഖൗ മിനൽ മാഇ മർറു അലാ മൻ ഫൗകഹും ഫഖാലു ലൗ അന്നാ ഖറക്നാ ഫീ നസീബിനാ ഖർകൻ വലൻ നുഅ്തി മൻ ഫൗകനാ ഫഇൻ യത്റുകൂഹും വമാ അറാദു ഖലഖു അജ്മഈൻ ജമീഅ വഇൻ അഖദു അലാ ഐദീഹിം നജൗ വനജൗ ജമീഅ. സഹോദരന്മാരെ, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഈ ഹദീസിന്റെ ആശയം എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥയും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കാതെ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥയും ഒരു കപ്പൽ യാത്രക്കാരുടെ അവസ്ഥയോടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഉപമിച്ചിട്ടുള്ളത്. ആ കപ്പൽ യാത്രക്കാർക്ക് ആ കപ്പലിൽ കയറാനുള്ള നറുക്കെടുപ്പിലൂടെ ചില ആളുകൾക്ക് മുകൾ ഭാഗത്തും മുകളിലെ തട്ടിലും മറ്റു ചില ആളുകൾക്ക് അടിയിലെ തട്ടിലും സീറ്റ് ലഭിക്കുകയുണ്ടായി. അങ്ങനെ അടിയിലെ തട്ടിലുള്ള ആളുകൾക്ക് വെള്ളം കിട്ടണമെങ്കിൽ മുകളിൽ പോയി ബക്കറ്റ് താഴ്ത്തി വെള്ളം കോരിയെടുക്കണം. ഇതൊരു ബുദ്ധിമുട്ടാണെന്ന് ചിന്തിച്ച അടിയിൽ തട്ടിൽ താമസിക്കുന്ന ചില ആളുകളുടെ ചിന്ത, നമുക്ക് കപ്പലിന്റെ താഴെ തട്ടിൽ തന്നെ ഒരു ഓട്ടയുണ്ടാക്കാം, എന്നാൽ മുകളിലുള്ളവരെ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ. ഇതായിരുന്നു അവരുടെ ആ ചിന്ത. അതിനവർ മഴയെടുത്ത് ഒരുങ്ങിയപ്പോ മുകളിലുള്ള ആളുകൾ അത് കാണാനിടയാകും അവരുടെ കൈ പിടിച്ചു വെക്കുകയും ചെയ്തു. ആ കൈ പിടിച്ചു വെച്ചിട്ടില്ല എങ്കിൽ ആ കപ്പലിലുള്ള ആളുകൾ മുഴുക്കെ നശിക്കുമായിരുന്നു എന്നതാണ്. സഹോദരന്മാരെ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കപ്പലിന്റെ ഉദാഹരണം പറഞ്ഞത് യഥാർത്ഥത്തിൽ ആ കപ്പൽ മരം കൊണ്ടും ആണിയുണ്ടാക്കിക്കൊണ്ട് കപ്പലല്ല, മറിച്ച് നാം ജീവിക്കുന്ന ഈ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ ആ ജീവിക്കുന്ന ഒരു സമൂഹമായിട്ടാണല്ലോ നാം ഇവിടെ ജീവിക്കുന്നത്. ആ സമൂഹത്തിൽ, പ്രത്യേകിച്ചും കേരളക്കരയിൽ ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സമൂഹം എന്ന് പറയുമ്പോൾ അതിൽ മുസ്ലിം ഉണ്ടാകും, അമുസ്ലിം ഉണ്ടാകും, വിശ്വാസി ഉണ്ടാകും, അവിശ്വാസി ഉണ്ടാകും, ജൂതനുണ്ടാകും, ക്രിസ്ത്യാനി ഉണ്ടാകും, മതമില്ലവനുണ്ടാകും, മതമില്ലാത്തവനുണ്ടാകും, ദൈവനിഷേധികളെല്ലാം കൂടിക്കലർന്ന ഒരു സമൂഹമാണ് ഒരു രാജ്യത്തിലെ സമൂഹം എന്ന് പറയുന്നത്. അപ്പോ ആ സമൂഹമാണ് ഇവിടെ കപ്പൽ എന്ന് പറയുന്നത്. ആ കപ്പലിൽ ഏതെങ്കിലും ഒരാൾ ഓട്ടയുണ്ടാക്കിയാൽ എന്താ സംഭവിക്കുക? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ആ തെറ്റ് ചെയ്തവനെ മാത്രമല്ല ആ അപകടം ബാധിക്കുക, മറിച്ചെന്ത് ചെയ്യും?
ആ സമൂഹത്തെ മുഴുക്കെ ഒന്നടങ്കം ആ നശീകരണത്തിന് അവർ കാരണമാകും എന്നതാണ്. അതുകൊണ്ട് നാം ചിന്തിക്കേണ്ട വിഷയം, ഈ കപ്പലിന്റെ ഓട്ടയുണ്ടാക്കുന്ന ആളുകളുടെ കൂടെയാണോ ഞാനും നിങ്ങളുമുള്ളത്? ആ ചിന്താഗതിയാണോ എനിക്കും നിങ്ങൾക്കുമുള്ളത്? അതല്ല, അരുതേ സഹോദര, ഓട്ടയുണ്ടാക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് കൈപിടിച്ചു വെക്കുന്നവനാണോ, ആ കൂട്ടത്തിലാണോ നാം ഉള്ളത്? കേരളക്കരയിലേക്ക് വരൂ നിങ്ങൾ. സമൂഹമാകുന്ന കപ്പലിന് ഓട്ടയുണ്ടാക്കാൻ വിദ്യാഭ്യാസം ആ പാഠശാലകളിലൂടെ കടന്നു വന്നുകൊണ്ട് സുംബ ഡാൻസ് ആലോചിച്ചു നോക്കൂ. 1990കളിൽ കൊളംബിയയിൽ ജനിച്ച ആ സുംബ ഡാൻസ് എന്ന വ്യായാമം 2001 അമേരിക്കൻ ഐക്യനാടുകളിലൂടെ താണ്ടി കടന്നുവന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിപ്പോ അത് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ പാഠശാലകളിൽ നമ്മുടെ മക്കളെല്ലാം മുക്കിക്കൊല്ലാൻ ആ കപ്പലൊന്നടങ്കം വിദ്യാഭ്യാസമാകുന്ന ആ കപ്പലിനെ നശിപ്പിക്കാനാണ് ചില ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ പണ്ഡിതന്മാരായ ആളുകൾ, നമ്മുടെ ഉലമാക്കൾ, നമ്മുടെ സംഘടനാ നേതാക്കൾ ആദ്യമേ പറഞ്ഞു, അവരുടെ കൈപിടിച്ചു വെക്കുകയാണ് ചെയ്തത്. ഇതെന്തിനാണ്? അവരുടെ മാത്രം സുരക്ഷിതക്കല്ല, ഏതെങ്കിലും ഒരു സംഘടനയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയല്ല, സലാമത്തിന് വേണ്ടിയല്ല അവർ കൈപിടിച്ചു വെക്കുന്നത്. അരുതേ സഹോദര എന്ന് പറയുന്നത് എന്തിനാണ്? ലോകത്തിന്റെ രക്ഷക്കാണ്, നമ്മുടെ മക്കളുടെ ഭാവിയുടെ സുരക്ഷക്കാണ് അവർ ആ കൈപിടിച്ചു വെച്ചത്. പക്ഷേ ഇന്ന് അത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഒരു ഹദീസുണ്ട്, ഉൻസുർ അഹാക വാലിമൻ ഔ മദ്ലൂമ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. നീ നിന്റെ സഹോദരനെ, അവൻ അക്രമിയായാലും മർദ്ദിതനായാലും അവനെ സഹായിക്കണം. സഹാബത്ത് ചോദിക്കുകയാണ്, കാലു കൈഫ നൻസുറുഹു മദ്ലൂമ, അള്ളാഹുവിന്റെ റസൂലെ, മർദ്ദിതനായ സഹോദരനെ സഹായിക്കുക എന്നുള്ളത് നമുക്കറിയാം, പക്ഷേ കൈഫ നൻസുറുഹു വാലിമ, അക്രമിയെ എങ്ങനെയാണ് നബിയെ സഹായിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവന്റെ കൈ പിടിച്ചു വെക്കുക. തഖുദ് ഫൗക യദൈഹി, അവന്റെ കൈ രണ്ടും പിടിച്ചു വെക്കുക. അക്രമം പ്രവർത്തിക്കുന്നവന്റെ കൈ പിടിച്ചു വെക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ് സഹോദരന്മാരെ. അതാണ് മുസ്ലിം സംഘടനാ നേതാക്കൾ, ആ പണ്ഡിതന്മാർ അവിടെ മുന്നിൽ നിന്ന് കൊണ്ട് ചെയ്തത്. ആ ഒരു താഴ്വത്താണ് അവർ ചെയ്തിട്ടുള്ളത്. അംറും ബിൽ മാറൂഫ് നഹ്യും അനിൽ മുൻകർ. സമൂഹത്തിൽ തിന്മ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. ആ തിന്മ ചെയ്യുന്നവർ അവരതിന്റെ ഗൗരവത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആലോചിച്ചു നോക്കൂ, ഇവിടെ സമൂഹമാകുന്ന ഒരു കപ്പലിന് ഒരോട്ട് സംഭവിച്ചാൽ അത് മുഴുക്കെ നശിച്ചു പോകും. എന്നാൽ ചെറുപ്പക്കാരായ കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ വസ്ത്രത്തിൽ ഒരേ മൈതാനത്ത് നിന്നുകൊണ്ട് തുള്ളുകയും അതേപോലെ ഡാൻസ് കളിക്കുകയും ചെയ്താൽ എത്ര ഓട്ടകളാണ് സഹോദരന്മാരെ സംഭവിക്കുക? ഒരോട്ടയാണോ സംഭവിക്കുക? അല്ല. പ്രത്യേകിച്ചും കൗമാരക്കാർ അവിടെ തുള്ളുമ്പോൾ നാം മനസ്സിലാക്കണം, സമൂഹം ഒന്നടങ്കം. എന്റെയും നിങ്ങളുടെയും തെറ്റ് ചെയ്തവന്റെ മാത്രമല്ല നാശം വരുന്നത്, അവന് മാത്രമല്ല അപകടം വരുന്നത്, സമൂഹത്തെ ഒന്നിച്ച് ഉന്മൂലനാശം വരുന്ന രൂപത്തിലുള്ള വെള്ളപ്പൊക്കമായിരിക്കും അവിടെ ഉണ്ടാകുക. അതുകൊണ്ടാണ് ഈ കപ്പലിന് ഓട്ടയുണ്ടാക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം. വത്തഖൂ ഫിത്ന, വിശുദ്ധ ഖുർആനിന്റെ വാക്ക് നോക്കൂ നിങ്ങൾ. വത്തഖൂ ഫിത്ന ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. ഒരു കുഴപ്പത്തെ, ഒരു ഫിത്നയെ നിങ്ങൾ സൂക്ഷിക്കണം. അത് അക്രമം പ്രവർത്തിച്ചവരെ മാത്രമല്ല ബാധിക്കുന്നത്, മറിച്ച് എല്ലാവരെയും അത് പിടികൂടും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഫിത്നകൾ ഉണ്ടാകുമ്പോൾ അവിടെ കയ്യും കെട്ടി നിൽക്കുകയല്ല നാം വേണ്ടത്, പള്ളിയിൽ ഒതുങ്ങിക്കൂടുകയല്ല വേണ്ടത്. ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്, ദിക്ർ ചെയ്തിട്ടുണ്ട്, അതോടുകൂടി എന്റെ മതം തീർന്നു എന്നതല്ല ശരി. മറിച്ച് അത്തരം രംഗത്ത് നാം മുന്നോട്ട് വരണം, അവരുടെ കൈ പിടിച്ചു വെക്കാൻ മുന്നോട്ട് വരണം നാം. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ഒരു യുദ്ധത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഒരു വെള്ളത്തടാകം കണ്ടു, അവിടെ ശുദ്ധവെള്ളമുണ്ട്. ആ ശുദ്ധവെള്ളമുള്ളയിടത്ത് ഒരാൾ പറഞ്ഞു, ഞാൻ ഈ സൈന്യത്തിൽ നിന്ന് അകന്ന് ആ വെള്ളത്തടാകത്തിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ശുദ്ധവെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് നിന്നുപോയി, സൈന്യത്തിൽ നിന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം പറഞ്ഞു. ലാ തഫ്അൽ, നബി പറഞ്ഞു ചെയ്യരുത്. കാരണം എന്താ? നീ 70 കൊല്ലം നിന്റെ വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ആ സൈന്യത്തിൽ പങ്കാളിയായി
അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ജിഹാദാണ് സഹോദരന്മാരെ. ഒരു തിന്മ കാണുമ്പോൾ അതിനെ എതിർക്കുക, അവിടെ കൈപിടിച്ചു വെക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ജിഹാദാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, നമ്മളൊക്കെ ഒരു തിന്മ കാണുമ്പോൾ ആ തിന്മ തെർജുന്നജാതവലം തസ്ലുക് മസാലികഹ ഇന്ന സഫീനത ലാ തജ്രി അലൽ യബസീന. കവിയുടെ എല്ലാവരും കപ്പലിലുള്ള ആളുകളൊക്കെ ആഗ്രഹിക്കും മോഹിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് വിജയം വേണം, സമാധാനം വേണം, ശാന്തി വേണം, അപകടങ്ങൾ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കാത്ത ഏത് മതജാതിപ്പെട്ട വിഭാഗമാണ് ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാവുമോ? എല്ലാവരും ആഗ്രഹിക്കും വിജയിക്കണം അല്ലേ, എന്റെ കുട്ടിക്കുന്നത വിജയം ലഭിക്കണം, അവൻ സംസ്കാര സമ്പന്നനാവണമെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടാവും. എല്ലാവരും ആഗ്രഹിക്കും. പക്ഷേ അതിനെന്ത് വേണം? വലം. കപ്പലിൽ കയറിയാ പോരാ. ആ കപ്പലിൽ കയറിയാ മാത്രം പോരാ, ആ കപ്പലിന് ഓട്ട വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യഥാർത്ഥ മാർഗത്തിൽ നാം പ്രവേശിക്കണം, എങ്കിലേ നമുക്ക് വിജയം ലഭിക്കുള്ളൂ. കാരണം എന്താ? കപ്പൽ വെള്ളമില്ലാത്ത സ്ഥലത്തിലൂടെ കപ്പലോടൂലല്ലോ, ഓടോ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അവിടെ സംസ്കാരത്തിന്റെ ഉറവിടമാണ്, വിജ്ഞാനത്തിന്റെ ഉറവിടമാണ്. കുട്ടികളെ സംസ്കാര സമ്പന്നനാക്കി മാറ്റേണ്ട സ്ഥലമാണ് വിദ്യാഭ്യാസം. അവിടെ വെള്ളമില്ലാത്ത ആ കടലാക്കി തീർത്താൽ എന്തായിരിക്കും അവസ്ഥ സഹോദരന്മാരെ? അതുകൊണ്ട് വെള്ളമുള്ളയിടത്തേ കപ്പലോടുകയുള്ളൂ. ആ സ്ഥലത്ത് അത്തരം സ്ഥാപനങ്ങളിലായിരിക്കണം നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ചില ആളുകളുടെ ചിന്ത, ഓനോന്റെ വൈക്ക് പോട്ടെ, ഓനോന്റെ വൈക്കോട്ടെ, ദാഴു ഓനോന്റെ വൈക്കോട്ടെ, ഓൻ എന്തെങ്കിലുമൊക്കെ ഇത് മഹാപകടമാണ്, ഇത് മഹാപകടമാണ്. കാരണം ഓന്റെ വൈക്ക് പോട്ടെ എന്ന് പറഞ്ഞ് കൈപിടിക്കാതെ അനാസ്ഥയോടുകൂടി ഒരു അലംഭാവത്തോടു കൂടി ഒരു തിന്മ കാണുമ്പോൾ നാം വിട്ടുനിന്നാൽ അതുകൊണ്ട് വരാൻ പോകുന്നത് സമൂഹത്തിന്റെ ഒന്നടങ്കം നാശമാണ് എന്നതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു അപകടം വന്നിട്ട് അയ്യടാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഉണ്ടോ? ആലോചിച്ച് നോക്കൂ. രോഗം വരുന്നതിന് മുമ്പ് ചികിത്സിക്കണം, അതാണ് ഏറ്റവും നല്ലത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നേക്കാൾ നല്ലതെന്താ? രോഗം വരാതിരിക്കാനുള്ള സൂക്ഷ്മതയാണ് നല്ലത് അല്ലേ? വിശുദ്ധ ഖുർആൻ പറയണ നോക്കൂ നിങ്ങള്, അന്തകൂല നഫ്സുൻ യാ ഹസ്റത്താ അലാ മാ ഫറത്തു ഫീ ജംബില്ലാ ഇവ ഇൻ കുന്തു ലമിനസ് സാഖിരീൻ. നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ നരകശിക്ഷ ഇങ്ങനെ കാണുമ്പോ അവിടെ വെച്ച് വിലപിക്കും ചില ആളുകൾ. അന്തകൂല നഫ്സുൻ, ഓരോ മനുഷ്യനും, തെറ്റ് ചെയ്ത ഓരോ മനുഷ്യനും പറയുമെന്ത്? യാ ഹസ്റത്താ, എന്റെ കട്ടമേ, അലാ മാ ഫറത്തു ഫീ ജംബില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഞാൻ വീഴ്ച വരുത്തിയല്ലോ, അവന്റെ കൈ ഞാൻ പിടിച്ചു വെച്ചില്ലല്ലോ എന്നവിടെ വെച്ച് ഖേദിക്കും. മാത്രമല്ല വഇൻ കുന്തു ലമിനസ് സാഖിരീൻ, അങ്ങനെ കൈ പിടിച്ചു വെക്കുന്നവനെ കളിയാക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നു ഞാൻ അല്ലേ. ഓൻ തീവ്രവാദിയാണ്, ഓൻ പിന്നെ ആ പുരാതന കാലത്തുള്ള ജാഹിലിയ കാലത്തിൽ, ഇപ്പൊ ആധുനിക കാലഘട്ടമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നു. വജീഅ യൗമൈദിൻ ബിജഹന്നം, നാളെ പരലോകത്ത് ആ നരകം മുമ്പിൽ കൊണ്ടുവരപ്പെടുമ്പോൾ യൗമൈദിൻ യതദക്കറുൽ ഇൻസാൻ, ആ സമയത്ത് മനുഷ്യൻ ഓർത്തു പോകും. പക്ഷേ എന്താ? വഅന്നാ ലഹു ദിക്റാ, അവിടെ ഓർമ്മ വന്നിട്ട് കാര്യമുണ്ടോ? അവന്റെ കൈയൊന്ന് പിടിച്ചു വെക്കേനൊന്നും അവിടെ ഓർമ്മിച്ചിട്ട് കാര്യമുണ്ടോ? യഖൂൽ, ആ മനുഷ്യൻ അവിടെ വെച്ച് വിലപിക്കും, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എന്റെ ഈ ജീവിതത്തിന് വേണ്ടി, പരലോക ജീവിതത്തിന് വേണ്ടി ഞാൻ മുൻകൂട്ടി വല്ല നന്മയും ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവിടെ വെച്ച് പറയും. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാനും നിങ്ങൾക്കോ ചിന്തിക്കാം, ഒരു തിന്മ കാണുമ്പോൾ അതവിടെയല്ലേ? അല്ല, നമുക്ക് എങ്ങനെയാണോ അതിനെ എതിർക്കാൻ കഴിയുന്നത് കൈ പിടിച്ചു വെക്കാം. അതില്ലെങ്കിൽ അവസാനത്ത് മനസ്സുകൊണ്ടൊന്ന് വെറുക്കുക, അതെങ്കിൽ ചെയ്താൽ അതൊരു നന്മയാണ്. അത് അംറും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുൻകറിൽ പെട്ടതാണ്. അതുകൊണ്ട് നാം തിന്മ കാണുമ്പോൾ ഓൻ തിന്മ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു പോയാൽ എന്താ? വന്നഫ്സു കത്തിഫിലിഹിൻ തുഹ്മിൽഹു ശബ്ബ അലാ ഹുബ്ബിർ റളാഇ വഇൻ തുഫ്തിംഹു യംഫതിമൂ. ഒരു കുട്ടിയുടെ, ഒരു ശിശുവിന്റെ മനസ്സ് എന്ന് പറയുന്നത് അവന് മുല കുടിക്കാനുള്ള ആഗ്രഹം അങ്ങനെ ഉണ്ടാവും. ഉമ്മ അത് പിടിച്ചു നിർത്തിയിട്ടില്ലെങ്കിൽ അവൻ മുല കുടിച്ചുകൊണ്ടേയിരിക്കും. എത്ര പ്രായമായാലും
അവൻ പിടിച്ചുകൊണ്ടേയിരിക്കും. ഇതേപോലെ കൗമാര പ്രായത്തിലുള്ള കുട്ടികൾ അവര് തെറ്റിങ്ങനെ ചെയ്യാൻ കൈയഴിച്ച് വിടുകയാണെങ്കിൽ അവർ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ തെറ്റ് ചെയ്തുകൊണ്ട് അവസാനം ഇന്ന് കാണുന്ന രൂപത്തിലെല്ലാം ഉണ്ട്. ഇന്ന് അവിടെ ഇവിടെയൊക്കെ ഒരു വാപ്പനും ഉമ്മനും മാതാപിതാക്കളെ കൊല്ലുന്ന കാണെങ്കിൽ നാളെ ഓരോ മാതാപിതാക്കളെയും ഈ കുട്ടികൾ കൊല ചെയ്യും. ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടും. ഒറ്റ ബന്ധം ഇവിടെ ഉണ്ടാവില്ല അല്ലേ? കുടുംബ ബന്ധമുണ്ടാവില്ല, അയൽപ്പക്ക ബന്ധമുണ്ടാവില്ല, സ്നേഹബന്ധമുണ്ടാവില്ല, ഗുരുശിഷ്യ ബന്ധമുണ്ടാവില്ല, ചെറിയവർ വലിയവരെ ബഹുമാനിക്കുക എന്നുള്ള ബന്ധമുണ്ടാവില്ല. എല്ലാം ശിഥിലമാകും സഹോദരൻ. അതിനു മുൻപ് നാം വിശുദ്ധ ഖുർആൻ പറഞ്ഞ വത്തഖൂ ഫിത്ന ലാ തുസീബന്ന അല്ലദീന ളലമൂ മിൻകും ഖാസ എന്ന ആശയത്തിലേക്ക് നാം കടന്നു വരിക. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇഖ്വാനി ഫില്ലാഹ് ഉസീകും ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നാളെ മുഹറം 10 ആ നോമ്പിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഒരു വർഷത്തെ കഴിഞ്ഞുപോയൊരു വർഷത്തെ പാപം അള്ളാഹു സുബ്ഹാനഹു വ തആല അനുകൂലം പുറത്തു തരും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകന്റെ സുന്നത്ത് അനുധാവനം ചെയ്തുകൊണ്ട് ആ നോമ്പനുഷ്ഠിക്കുന്ന മുത്തക്കിയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ സഹോദരൻ റാഷിദ് കുവൈത്ത് ഇസ്ലാമിക് സെന്ററിൻ്റെ ഹജ്ജ് ഉംറ വിഭാഗം സെക്രട്ടറിയുടെ മകനായ റാഷിദ് മരിച്ച വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്, അതേപോലെ നൗഷാദിക്കൻ്റെ എളാപ്പ അവരും മരിച്ചിട്ടുണ്ട്. ആ സഹോദരന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം അള്ളാഹു നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹുവെ, അവർ അനുഭവിക്കുന്ന വിഷമം അത് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനോധൈര്യം സത്യവിശ്വാസവും അവർക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ആശ്രിതർക്ക് നീ പ്രദാനം ചെയ്യണം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.